ഇന്ന് ഞാൻ പുതിയൊരു ലോഡിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. തണ്ണിമത്തനാണ് ലോഡ്. അങ്ങനെ ഞാൻ നൗഫലും കൂടെ ലോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. സത്യമംഗലത്തിൽ നിന്ന് മഞ്ചേരിക്കാണ് ഇന്നത്തെ ലോഡ്. വേ ബ്രിഡ്ജിലൊന്ന് കാലിയെടുത്ത് പിന്നെ എനിക്ക് നൗഫലിന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി 2 ബിരിയാണിയും വാങ്ങിച്ച് നേരെ ഇനി തണ്ണിമത്തം കയറ്റാനുള്ള സൈറ്റിലോട്ട്. തണ്ണിമത്തം കയറ്റാനുള്ള സ്ഥലത്തെത്തി. വേറൊരു മഹേന്ദ്ര പിക്കപ്പിട്ട് ലോഡ് കയറ്റുന്നുണ്ട്. ഞങ്ങളിതുവരെയും തണ്ണിമത്തൻ്റെ ലോഡ് എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ചെന്നപ്പോൾ തന്നെ വണ്ടി ഒതുക്കിയിടാൻ പറഞ്ഞ് ആ വണ്ടി കയറ്റിയിട്ട് ഇതിൽ കയറ്റാമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്ന ബിരിയാണി ചൂടോടെ തന്നെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ തണ്ണിമത്തം പാടത്തിലോട്ട് ഇറങ്ങി. അവർ തണ്ണിമത്തം വിളവെടുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന്. ഒരു തണ്ണിമത്തം ഏകദേശം 2 കിലോ വെയിറ്റൊക്കെ വരും, വലുതും ചെറുതെല്ലാം ഉണ്ട്. 60 ദിവസം കൂടുമ്പോഴാണ് ഇതിൻ്റെ വിളവെടുപ്പ്. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അവർ തണ്ണിമത്തനൊക്കെ തന്ന്, നല്ല പരിവുള്ള തണ്ണിമത്തനൊക്കെ തന്ന് അതൊക്കെ നമ്മൾ കഴിച്ച് നല്ല മധുരമെല്ലാം ഉണ്ടായിരുന്നു. അവരും ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് തണ്ണിമത്തം ചാക്കിലാക്കാൻ വേണ്ടി തുടങ്ങി. 6 മണിക്ക് മുമ്പ് ലോഡ് കയറ്റി തരാമെന്ന് പറഞ്ഞ്. ഇത് എക്സ്പ്രസ് ലോഡാണ്. മഞ്ചേരിയിൽ ഒരു 3 മണിക്ക് മുമ്പ് എത്തണമെന്നാണ് പറഞ്ഞത്. ഞാൻ തണ്ണിമത്തം പാടത്തിൽ മൊത്തം ഒന്ന് നടന്ന് നോക്കി, എന്തിനാണെന്നൊക്കെ ഒന്ന് നോക്കണമല്ലേ. ഇത് 60 ദിവസം കൂടുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വിളവെടുപ്പ്. അപ്പം ഓരോ സെക്ഷനിലോട്ടാണ്. ഓരോ 60 ദിവസം കഴിയുന്തോറും ഇവിടെ വിളവെടുപ്പ് ഉണ്ടാകും. കമ്പി വേലി ചാടിയാണ് അപ്പുറത്ത് പോയത്, അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇപ്പുറത്ത് എത്തി. അവർ ലോഡൊക്കെ കയറ്റാൻ തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ ലോഡാവും. അവരെല്ലാം പെട്ടെന്ന് തന്നെ ചാക്ക് നിറച്ചിട്ട് ഒരു 7-8 പേരുണ്ട്. 7-8 പേര് കൂടി ചുമന്ന് തുടങ്ങി. പെട്ടെന്ന് തന്നെ ലോഡൊക്കെ കയറ്റി തീർന്ന് വേ ബ്രിഡ്ജിൽ ഒന്ന് തൂക്കം എടുത്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇപ്പോഴും ചാവടി RTO ഓഫീസ് എത്താറായി. അവരവിടെ ടോർച്ചും കൊണ്ടൊക്കെ നിൽപ്പുണ്ട്. എക്സ്പ്രസ് ലോഡായതുകൊണ്ട് ഞാൻ നിർത്തിയില്ല, ഒന്നാം സമയം ലേറ്റായി പോയി. എല്ലാൻ്റെ ബൈപ്പാസിൽ നല്ല ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് രാത്രി ഒന്നും കഴിക്കാനും പറ്റിയില്ല. എന്തായാലും കേരളത്തിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞതിന് ശേഷം അവർ 2-3 തണ്ണിമത്തം ഒന്ന് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ കൊണ്ട് പോകുന്നില്ല എന്നാൽ പണിക്കാരെടുത്ത് വെക്കുക. അപ്പോഴാണ് പറഞ്ഞ മറുപടി കേട്ട് ഞാനൊന്ന് ഞെട്ടി. നമ്മൾ സാപ്പിട വേണ്ട തമ്പി, ഇതെല്ലാം സാപ്പിട്ട കിഡ്നി അടിച്ച് പോയിടും. 2 തരം പോയിസനാണ് എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പാലക്കാടെത്തി ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് നേരെ മഞ്ചേരി മാർക്കറ്റ് എത്തി. പറഞ്ഞ സമയത്ത് എത്തിയില്ല, 1 മണിക്കൂടെ കഴിഞ്ഞാണ് എത്തിയത്. അങ്ങനെ ലോഡൊക്കെ ഇറക്കി തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്.